സായാഹ്നം എന്നോടൊപ്പം ചെലവഴിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത സ്ക്രിപ്റ്റ് സുഭജൻ സാറാണ്. നിങ്ങൾക്ക് പക്ഷെ ആ പേര് കൊണ്ട് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കില്ല. ശ്രീമാൻ എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇദ്ദേഹത്തിന്റെ ആ സിനിമ മറക്കാൻ പറ്റത്തില്ല. അതിന്റെ സ്ക്രിപ്റ്റുകൾ എഴുതുകയും ഒരുപാട് അമച്ചർ നാടകങ്ങൾക്ക് കഥ എഴുതുകയും നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സുഭജൻ സാറാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഹലോ സാർ, കുറെ നാളായല്ലോ കണ്ടിട്ട്? കുറെ കാലമാകും. ഇപ്പൊ പിന്നെ സിനിമയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുതിയൊരു സിനിമ പ്ലാൻ ചെയ്ത് വരികയാണ്. എന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ 18 വർഷമായി സിനിമാ മേഖലയിലുള്ള ഒരു 18 ശരിക്കും പറഞ്ഞാൽ 18 വയസ്സുള്ളപ്പോൾ ഞാൻ സിനിമാ മേഖലയിൽ പോകാൻ തുടങ്ങിയതാണ്. പക്ഷേ സിനിമയുടെ പിന്നാമ്പുറത്തും മുറ്റത്തും അടുക്കളയിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു എന്നുള്ളതാണ് സത്യം. 2005 ഈ സിനിമയിൽ കൂടുതലായിട്ടൊന്ന് സജീവമാകുന്നു. 2005 മുതൽ. അതിനു മുമ്പൊക്കെ ഈ നാടകമായിരുന്നു നമ്മുടെ ഒരു തട്ടകം. 76 മുതൽ 1989 വരെ, പിന്നെ ഒരു 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം 2005 വരെ, പിന്നെ കുറെ കാലം സിനിമ, വീണ്ടും 2015 മുതൽ നാടകവും സിനിമയും അങ്ങനെ മിക്സ് ചെയ്ത് പോകും. സാർ എങ്ങനെയാണ് എഴുത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നത്? എനിക്ക് നാടകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം, നാടകത്തിൽ ആദ്യമൊക്കെ കുറച്ച് കാലം നടനായിട്ടൊക്കെ അഭിനയിച്ചിരുന്നെങ്കിലും നാടകം എഴുതി സംവിധാനം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാടകങ്ങൾ സംവിധാനം ചെയ്യുക, അമേച്ചർ നാടക രംഗത്ത് കുറേയേറെ നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം ആർട്സ് ക്ലബ്ബുകളും വായനശാലകളും, ഒരു വർഷത്തിൽ ഒരു 10-12 നാടകങ്ങൾ, ചിലപ്പോൾ 20 നാടകങ്ങൾ വരെയൊക്കെ സംവിധാനം ചെയ്ത വർഷങ്ങളുണ്ട് പല സ്ഥലത്തായിരുന്നു. ഇവിടെ ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഉള്ള കുറേയധികം ക്ലബ്ബുകളും സുഹൃത്തുക്കളും, അങ്ങനെ അതൊരു നാടക കാലമായിരുന്നു. അവിടെ നിന്നാണ് സിനിമയിലേക്ക് വേണ്ടി പരിശ്രമങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ സിനിമയിൽ സജീവമായിട്ട് അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുന്നത് 85 ശേഷം. സാറിനെ ആരാണ് സിനിമ മേഖലയിലേക്ക് കൊണ്ടുവന്നത്? സാർ ഡയറക്റ്റ് വരുവായിരുന്നു? അല്ല, എനിക്ക് സിനിമയിലേക്ക് ആദ്യം വരുന്നത് നമ്മൾ അവസരങ്ങൾ തേടി പോവുകയായിരുന്നു. സാധാരണ സിനിമാക്കാര് പറയുമ്പോൾ മദ്രാസില് അധികകാലം അറിഞ്ഞില്ല. ആ ഒറ്റ ആഴ്ചത്തെ പരിപാടി ഉണ്ടായിരുന്നു. പാത്രമൃഷ്ണൻ സാറ് പിന്നെ കുട്ടിക്കാലത്ത് എനിക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പറഞ്ഞാൽ നേരെ മദ്രാസിലേക്ക് വെച്ച് പിടിച്ചു. അതൊക്കെ സാറിൻ്റെ കൂടെ ഒരാഴ്ച സാറിന്റെ ഒപ്പം കൂടി. സാറ് എഴുതുന്ന സ്ക്രിപ്റ്റൊക്കെ കോപ്പി എടുക്കുക, സാറ് പറയുന്നത് കേട്ടെഴുതുക, ഇങ്ങനെയൊക്കെ. പക്ഷെ അപ്പോഴുള്ള ഞങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, സാറ് പറഞ്ഞ് നീ ഇവിടെ നിന്നാൽ നശിച്ചു പോകും, നീ പോവുക, പോയി ഡിഗ്രിയൊക്കെ എടുത്ത് ഒരു ജോലിയൊക്കെ സമ്പാദിച്ചിട്ട് പിന്നീട് സിനിമയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടെ എന്നെ സ്നേഹബുദ്ധിയ പറഞ്ഞു വെക്കും. അല്ലെങ്കിൽ തിരിച്ചു പോകും. അല്ലെങ്കിൽ മദ്രാസ് ജീവിതം അങ്ങനെ വലിയൊരു അനുഭവം പറയാൻ എനിക്കില്ല. ആ കാലഘട്ടത്തിൽ അവിടെ പരിചയപ്പെട്ട കുറെ അധികം ആൾക്കാരൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ. കാരണം സിനിമാ മേഖലയിൽ ധാരാളം സുഹൃത്തുക്കളുണ്ടോ? അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളില്ല, കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പിന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ അറിയുന്ന, എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഉണ്ട്. സിനിമാ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സ്ഥായിയായ ഒരു സൗഹൃദം ഉള്ള സ്ഥലമല്ല. ഇപ്പോ കുറച്ചധികം പേരുണ്ട്. ഇപ്പൊ മോഹൻലാൽ, പ്രിയദർശൻ, സുരേഷ് കുമാർ, അവരങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ. അവരാദ്യകാലത്തെ സിനിമ മുതൽ സിനിമയിൽ എത്തുന്നതിന് മുമ്പേ ഒന്നിച്ച് കളിച്ച് വളർന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതുപോലെയൊക്കെയുള്ള സൗഹൃദങ്ങളിൽ ഒന്നിച്ച് വന്ന പലരും സിനിമയിൽ ഉണ്ടാകുമായിരുന്നു. സാധാരണ ഒരു സിനിമ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഹൃദങ്ങളിൽ നിന്ന് അതിൽ ചിലർ അടുത്ത സിനിമയിൽ ഉണ്ടായെന്ന് വരാം, ചിലരില്ലാതെ വരാം. അപ്പൊ അങ്ങനെ സിനിമയിൽ അപ്പോഴുള്ള സൗഹൃദങ്ങളേ ഉള്ളൂ. പിന്നെ വ്യക്തിപരമായ ചില സൗഹൃദങ്ങൾ നമ്മൾ രൂപപ്പെടും. അത് സിനിമയായിട്ട് റിലേറ്റഡ് അല്ല. പലപ്പോഴും സിനിമയ്ക്ക് പുറത്തുള്ള സൗഹൃദം പോലെ തന്നെ ആ ചില സൗഹൃദങ്ങൾ ലോങ് ടൈം അങ്ങ് പോകും. ചിലത് ആ ഒരു സിനിമയിൽ മാത്രം ഒതുങ്ങുന്ന സൗഹൃദമായി തീരും. എന്നാലും കാണുമ്പോൾ വീണ്ടും പരിചയം പുതുക്കും, സൗഹൃദം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. ഇതൊക്കെയുള്ളൂ. ഞാൻ എഴുത്തുകാരൻ, എനിക്ക് സിനിമയിൽ എഴുത്തുകാരനാകണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. സംവിധായകനാകാനല്ല. ഒരുപാട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതണം എന്നുള്ള മോഹത്തോടുകൂടിയൊക്കെയാണ് വന്നത്. അതിൽ എന്റെ തന്നെ ഒരു മടിയുണ്ട്. എഴുത്തിന്റെ ടാലന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ ഒരു സുപ്രഭാതം മറ്റേ ഉത്തമന്റെ കാര്യങ്ങൾ ഇടുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ സാധാരണ നമുക്ക് രാവിലെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ടോക്കാണ് അത്.
അപ്പൊ ഇപ്പൊ എഴുതുന്നില്ല തോന്നുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴും ഇപ്പൊ എഴുതാറും. അപ്പൊ ഞാൻ അങ്ങനെ കുറെ സുഹൃത്തുക്കൾക്ക് നമ്മൾ ഞാൻ എഴുതി അയച്ചു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ കൊറോണ കാലത്ത് വെറുതെ ഇരുന്നപ്പോ തോന്നിയ ഒരു കൗതുകം, ഒരു രസം, അങ്ങനെ ചെയ്തതാണ്. സാറ് ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോ, ഈ ഒരു കഥ സ്ക്രിപ്റ്റായി മാറുമ്പോ, സിനിമ തിരക്കഥയായി മാറുമ്പോ കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ എടുത്തിട്ടാണോ അത് എഴുതുന്നത്? സാധാരണ രീതിയിൽ നമുക്ക് ഇവരെ കഥ എഴുതാന്ന് പറയുമ്പോൾ സിനിമയുടെ കഥ എഴുതുന്ന എപ്പോഴും അതിനൊരു ഡിമാൻഡ് ഉണ്ട്. സിനിമയാക്കുക എന്നൊരു ഡിമാൻഡ് ഉണ്ട്. ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ നമ്മൾ സംസാരിച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ സംവിധായകനും നിർമ്മാതാവിനും തൃപ്തികരമാകുന്ന ഒരു കഥ ആദ്യം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ആ കഥ, നമ്മൾ പറയുന്ന കഥ അവർക്ക് കൺവിൻസ്ഡ് ആയി, അവർക്ക് ബോധ്യപ്പെട്ടു ഈ കഥ ഓക്കെയാണ്, ഇത് നമുക്ക് മുമ്പോട്ട് നീക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് സ്ക്രിപ്റ്റ് ആക്കാൻ പോവുകയാണ്. ആദ്യകാലത്തൊക്കെ നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് പലരെയും കാണാൻ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് അത് പലരും പ്രായോഗികമല്ല. കാരണം നമ്മളിപ്പോ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അപ്ഡേറ്റഡ് ആവില്ല, ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പൊ അതുകൊണ്ടൊരു കഥ ആദ്യം പറഞ്ഞ് പ്രൊഡ്യൂസർ ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ള. പലരും പല രീതിയിലാണ്. ഇപ്പോൾ ചിലര് തുടക്കം മുതൽ ഒറ്റ സ്ട്രെച്ചിൽ കഥ ഓരോ സീൻ ബൈ സീനായിട്ട് അങ്ങ് എഴുതി പോകും. ചിലര് ആദ്യം ഒരു 1 ലൈൻ ഉണ്ടാക്കും. ആ 1 ലൈൻ ഉണ്ടാക്കിയിട്ട് ചർച്ച ചെയ്ത് വേണ്ട ഭേദഗതിക്ക് വരുത്തിയിട്ട് ഒറ്റ സ്ട്രെച്ചിന് പിന്നെ ബാക്കി എഴുതാൻ പോകും. എനിക്ക് 2 രീതിയും എനിക്ക് സൂട്ടാണ്. നമ്മുടെ കഥ മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉടനെ അങ്ങ് എഴുതുകയല്ല. ആ കഥ മനസ്സിൽ കിടന്ന് വളരും. നമ്മൾ നടക്കുമ്പോഴും പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനിടെയെല്ലാം ഈ കഥ മനസ്സിൽ കിടന്ന് വളരും, നമ്മൾ വളർത്തും. അപ്പൊ അങ്ങനെ വളർന്നു കഴിഞ്ഞിട്ട് എഴുതേണ്ട ഒരു സമയത്ത് നമ്മൾ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു 15 ദിവസം കൊണ്ടൊക്കെ ഒരു സ്ക്രിപ്റ്റിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റും. സാറേ, ഇപ്പൊ സിനിമകൾ പലരുണ്ടോ, കോമഡി, ആർട്ട് ഫിലിം, അല്ലാത്ത കൊമേഴ്സ്, ഇതിൽ ഏത് എഴുതാനാണ് എളുപ്പം? അങ്ങനെ എല്ലാ സിനിമയുടെ എഴുത്ത് എന്ന് പറയുന്നത്, സിനിമയുടെ എഴുത്തിന്റെ നമ്മൾ എഴുതുന്നത് ഒരിക്കലും സിനിമയല്ല. ഒരു കെട്ടിടത്തിന്റെ ഒരു പ്ലാൻ വരച്ചിട്ട് നമ്മളൊരു ബേസ്മെന്റ് ഉണ്ടാക്കി വെക്കില്ലേ, അതുപോലെയാണ്. ഒരു ബ്ലൂ പ്രിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ എഴുതുന്ന ഒരു തിരക്കഥ പദാനുപദം അതേപടി ഷൂട്ട് ചെയ്യാവുന്നതല്ല. നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ ആ സിനിമയ്ക്ക് നമ്മുടെ മനസ്സിലുള്ള വിഷ്വലായിരിക്കും. അപ്പൊ ഞാൻ എഴുതുന്ന ഒരു കഥ, ഒരു തിരക്കഥ സംഭാഷണമാക്കി സിനിമയുടെ ഒരു സ്ക്രിപ്റ്റായി കഴിയുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യുന്ന വേറൊരു ഡയറക്ടർ, ഞാൻ എഴുതി വെച്ചതിന്റെയും മുകളിൽ അതിനെ കൺസീവ് ചെയ്യാൻ കഴിയുന്നിടത്താണ് അതിൻ്റെ ഒരു വിജയം ഉണ്ടാകുന്നത്. അതിലെ ഈ പെറ്റമ്മയും പോറ്റമ്മയും എന്ന് നമ്മൾ പറയുന്നത്, നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ആ സ്ക്രിപ്റ്റിനെ കൺസീവ് ചെയ്യുന്ന ഡയറക്ടർക്ക് നമ്മൾ കാണുന്ന അതേ വിഷ്വൽ തന്നെ കാണണമെന്നൊന്നുമില്ല. നമ്മൾ കാണുന്നതിനേക്കാൾ മുകളിലും കാണാം, താഴെയും കാണാം, ഡിപ്പെൻസ്. അപ്പോ ഓരോരുത്തരും അവരുടേതായ വേറെ ഡയറക്ടർ. സാർ കോമഡി എഴുതാനാണോ മറ്റേ എഴുതാനാണോ സാറിന് കൂടുതൽ എളുപ്പം? ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുമ്പോൾ ഫുൾ കോമഡി ജോണർ എഴുതാനായാലും നമ്മൾ ഏത് ജോണറിൽ എഴുതുന്നു എന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കുകയും ആ കഥ അതിന് ആപ്റ്റാണെങ്കിൽ, ഇപ്പൊ കോമഡിക്ക് വേണ്ടി കോമഡി എഴുതിയാൽ ശരിയാകും. നമ്മൾ എഴുതുന്നത് ഒരു കോമഡി കഥയായിരിക്കും. കഥ മൊത്തത്തിൽ ആ കഥ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ചിരി വരണം. ആ കഥയുടെ സന്ദർഭങ്ങളിൽ ചിരിക്കുള്ള സാധ്യത ഉണ്ടാകാം. അങ്ങനെ ഒരു കഥയിൽ നമ്മൾ എഴുതിയാലേ അതിൽ കോമഡി ഉണ്ടാവും, ലൈഫ് കോമഡി ഉണ്ടാവും. കോമഡിക്ക് വേണ്ടി കോമഡി എഴുതി വെച്ചാൽ അത് ചാടിപ്പോകും. അതിലെ കോമഡിയുടെ രീതികൾ തന്നെ മാറും. ആദ്യകാലത്തൊക്കെ സിനിമയിലെ നമ്മുടെ പ്രധാന കഥയിൽ ചേരാതെ, ആ കഥയിൽ ചേരാതെ കോമഡിക്ക് വേണ്ടി പ്രത്യേക ചില ക്യാരക്ടേഴ്സ്, അനുപാതി അങ്ങനെ അത് അവിടെ ഇവിടെ കുട്ടിന് തേങ്ങയിടുന്ന പോലെ വരുവാൻ. ഇക്കാലത്ത് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട കോമഡികൾ വരാൻ തുടങ്ങി. സീരിയസ് നടന്മാര് കോമഡിയായി. അതായത് പിന്നെ ഈ കോമഡിയിൽ ഇപ്പൊ പ്രിയദർശൻ, സത്യനന്ദിക്കാട്, അങ്ങനെ കുറെ ഡയറക്ടേഴ്സിന്റെ പുഷ്കല കാലമുണ്ട്. അപ്പൊ ലൈഫ് കോമഡിക്ക് കുറച്ചുകൂടെ സാധ്യതകൾ കൂടി. ഇപ്പോ അത് കഴിഞ്ഞൊരു ഘട്ടം കഴിഞ്ഞപ്പോ ഈ മിമിക്രി എഴുത്തും അങ്ങനെ മിമിക്രിക്ക് നാട്ടിലെല്ലാം പ്രചാരം വന്നതോടെ കൗണ്ടർ കോമഡിയായി. നിങ്ങളൊരു ഡയലോഗ് പറയുന്ന കൗണ്ടർ ഞാൻ പറയുന്നു, അത് കേട്ടിച്ചിരിക്കുന്നു. സിറ്റുവേഷൻ കോമഡിയിൽ നിന്ന് ഡയലോഗ് കോമഡിയിലേക്കും ഈ പ്രിയദർശന്റെ ആദ്യകാല സിനിമകളിൽ സിറ്റുവേഷൻ കോമഡി ഉണ്ടായിരുന്നു, സ്ലാപ്സ്റ്റിക് കോമഡി ഉണ്ടായിരുന്നു, ആക്ഷൻ കോമഡി, എല്ലാത്തിലും കോമഡിയുടെ നല്ല ഇതുണ്ടായിരുന്നു. അത് സിദ്ദിഖ് ലാൽ ചിത്രങ്ങൾ, അങ്ങനെ അതുപോലെ തന്നെ രാജസേനൻ, തുളസിദാസ് തുടങ്ങിയ ഡയറക്ടേഴ്സിന്റെ ചിത്രങ്ങൾ, അതുപോലെ ഒരുപാട് പേരുടെ
ഒത്തിരി ഒരു കാലത്ത് കോമഡി സിനിമകളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. എഴുത്തിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ ഏത് ത്രില്ലർ എഴുതാനായാലും എഴുത്തുകാരന്റെ ഒരു ബ്രില്യൻസ് നമുക്ക് എഴുതി വെക്കാം. അത് ലക്ഷണമൊക്കെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡയറക്ടർക്ക് ആ സിനിമ ചെയ്യാൻ എളുപ്പമായിരിക്കും. സ്ക്രിപ്റ്റ് മോശമാണെങ്കിൽ അതിനകത്തൊരു ഡയറക്ടർ എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു നല്ല സിനിമ ഉണ്ടാകണമെന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്ക് ബോൺ ആണ്. എന്നാൽ സ്ക്രിപ്റ്റ് സിനിമയല്ല. ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ സിനിമയാവില്ല. ഉദാഹരണത്തിന് ഒരു നാടക കൃതി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നാടകമാവുന്നില്ല. അത് കഥാപാത്രങ്ങളിലെ നടന്മാർ അഭിനയിച്ച് ഒരു സംവിധായകന്റെ നിർദ്ദേശപ്രകാരം അത് വേദിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴേ നാടകമായി മാറും. ആ വ്യത്യാസം രണ്ടിനുമുണ്ട്. ഞാനിപ്പോ ചോദിക്കുന്ന ഇപ്പൊ പുതിയ സിനിമകൾക്ക് കഥയില്ല എന്നുള്ള ഒരു അത് തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കും കഥയുണ്ട്. കഥയില്ലാത്ത സിനിമ ഉണ്ടാകുന്നില്ല. കഥയാണ് ശരിക്കും സൂപ്പർ സ്റ്റാർ. കഥ നല്ലതാണെന്നുണ്ടെങ്കിൽ ആ സിനിമ ആൾക്കാർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. കഥയില്ലാത്ത സിനിമകൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും വിജയിച്ച ഏത് സിനിമ എടുത്ത് നോക്കിയാലും അതില് വളരെ ശക്തമായി പറയാവുന്ന ഒറ്റ വരിയിൽ പറയാവുന്ന ഒരു കഥയുണ്ടാവും. ഒറ്റ വാചകത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കഥമുണ്ടാവും. അത് എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോ സിനിമയിൽ നമ്മൾ പറയുന്ന മനുഷ്യബന്ധങ്ങളുടെ കഥയായാലും പ്രണയമായാലും മറ്റെന്ത് ഇവിടെ പറയാത്ത കഥകളില്ല. ഇന്നലെ വരെ നമുക്ക് മുമ്പ് വന്ന് നമ്മുടെ പൂർവ്വസൂരികൾ പറഞ്ഞ കഥകളേ ഉള്ളൂ. മറ്റുള്ളവർ പറഞ്ഞ കഥകള് നമ്മള് വേറൊരു ഡയമെൻഷനിൽ അല്ലെങ്കിൽ നമ്മുടെ വേറൊരു കാഴ്ചപ്പാടിൽ നമ്മുടെ വേറെ രീതിയിൽ കൺസീവ് ചെയ്യുമ്പോഴാണ് അത് ആസ്വാദ്യമാവുന്നത്. ഇപ്പോ നായകനും നായികയും വില്ലനുമുള്ള കഥകള് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇല്ലേ? ആ കഥകൾ തന്നെ ഏത് രൂപത്തിൽ പറയുന്നു, പഴയ കഴിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ. എത്ര എടുത്തു നോക്കിയാലും ആത്യന്തികമായിട്ട് പഴയ ഒരു ത്രെഡ് തന്നെയായിരിക്കും അതിന്റെ സെൻട്രൽ ത്രെഡ്. അതിനെ എങ്ങനെ പുതുമയോട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തി. അവിടെയാണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ മിടുക്കും ഡയറക്ടറുടെ മിടുക്കും. ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ച് മലയാള സിനിമയ്ക്ക് നല്ല ഭാവിയുണ്ടോ? സിനിമയ്ക്ക് എല്ലാ കാലത്തും ഭാവിയാണ്. യഥാർത്ഥത്തിൽ പണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴേ അതാ പറഞ്ഞത്, സോഷ്യൽ മീഡിയ വന്നപ്പോഴും സിനിമയുടെ റീച്ച് കൂടുതൽ ആയി എന്നുള്ളതാണ്. പണ്ട് കാലത്തൊരു സിനിമ വരുമ്പോൾ കേവലം 14 തിയേറ്ററിലൊക്കെയാണ് എന്റെ കുട്ടിക്കാലത്തൊക്കെ സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യുന്നത്. ഈ 14 തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞിട്ടാണ് അടുത്ത ബി ക്ലാസ്സുകളിലേക്ക് വരുന്നത്. ഒരു വർഷം എടുക്കും കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ഈ സിനിമ ഓടി വരാൻ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ എ ക്ലാസ് തിയേറ്ററുകളാണ്, എല്ലാ റിലീസിംഗ് സ്റ്റേഷനുകളാണ്. ഒരു സിനിമ റിലീസ് ചെയ്താൽ ആ സിനിമ നല്ലതാണെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് ആ സിനിമ കളക്ട് ചെയ്യാവുന്ന മുഴുവൻ തുകയും കളക്ട് ചെയ്യും. വലിയ താരങ്ങളൊക്കെ ഉള്ള വലിയ ബഡ്ജറ്റുള്ള പടങ്ങളൊക്കെയാണ് അത്രയും ഹിറ്റായി വരികയാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ കൂടുതൽ ഓടും. ഇന്നിപ്പോ 50-ാം ദിവസം 100-ാം ദിവസം എന്നൊക്കെ പറയുന്നത് വലിയൊരു അതിശയമാണ്. കാരണം പണ്ട് 365 ദിവസമൊക്കെ തുടരെ ഓടിയ സിനിമകൾ ഒരുപാടുണ്ട്. 425 ദിവസം ഓടിയ സിനിമകളുണ്ട് മലയാളത്തിന്റെ ചരിത്രത്തിൽ. പക്ഷെ ഇനി അങ്ങനെ ഒരു സിനിമ ഓടുക പ്രായോഗികമല്ല. കാരണം രീതികൾ മാറി. ഗോഡ് ഫാദർ അങ്ങനെ ഓടിയ സിനിമ, ചിത്രം അങ്ങനെ ഓടിയ സിനിമയാണ്. അതുപോലെ ഒരുപാട് സിനിമകളുണ്ട് നമുക്ക് പറയാൻ. പക്ഷെ ഇനി അങ്ങനെ 100-200 ദിവസം വരുന്ന സിനിമകൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. സാർ ഈ കഥ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോ സാറിന്റെ സ്ക്രിപ്റ്റില് മാറ്റമൊക്കെ വരുത്തുമ്പോ വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വിഷമം കഥാപാത്രങ്ങളെയൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കുമല്ലോ. അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു കഥ എഴുതും, നമ്മളത് സംവിധായകന്റെ മുമ്പ് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ സംവിധായകൻ വായിച്ചിട്ട് നമ്മൾ എഴുതിയ ഒരു സീന് അതങ്ങോട്ട് യുക്തിഭദ്രമല്ല എന്ന് പുള്ളിക്ക് തോന്നും. അപ്പൊ പുള്ളി നമ്മളത് ചർച്ച ചെയ്യും. പുള്ളി പറഞ്ഞത് നമുക്കത് കൺവിൻസ്ഡ് ആയാൽ തന്നെ നമുക്ക് അത് മാറ്റുന്നതിന് നമ്മളെ ബുദ്ധിമുട്ട്. ഞാൻ എഴുതി വെച്ച ഈ ഡയലോഗ് ഒരിക്കലും മാറ്റാൻ പാടില്ല, ഈ എഴുതിയ സീൻ ഇങ്ങനെ എടുക്കുക, അങ്ങനെ ശാഠ്യമൊന്നും പിടിക്കാൻ പറ്റില്ല. കാരണം ഇത് സിനിമ നന്നാകാൻ വേണ്ടിയിട്ടാണല്ലോ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ നമ്മൾ എഴുതുന്ന ഒരു കഥയുടെ ഒരു അന്തസത്ത മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാൾ മാറ്റങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ നമുക്ക് തർക്കം ഉണ്ടാവും. വിഷമമല്ല, തർക്കം ഉണ്ടാവും. നമുക്കിപ്പോ നമ്മൾ എഴുതുന്നൊരു സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്യാൻ ഡയറക്ടറെ കിട്ടുമ്പോൾ അദ്ദേഹം നമ്മളെക്കാൾ പ്രതിഭാശാലിയാണെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റിലെ പോരായ്മകൾ കൂടി നമ്മളെ ചൂണ്ടിക്കാണിച്ച് അത് കറക്റ്റ് ചെയ്ത് മികച്ചൊരു സിനിമയാക്കി മാറ്റും. എന്നാൽ വരുന്ന ആള് ഈ ധാടിയും മോടിയൊക്കെ ഉള്ളൂ, കളിക്കാത്ത ആള് താമസമില്ലാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ചില തീവണ്ടിക്ക് തല വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറി ഇറങ്ങിയേ മാർഗമുള്ളൂ. മനസ്സിലായില്ലേ?
സാറ് എത്ര സിനിമയ്ക്ക് എഴുതിയിട്ടുണ്ട് സ്ക്രിപ്റ്റ്? ഞാന് മൊത്തം 7 സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി. അതില് സാമ്പത്തിക വിജയം നേടിയ സിനിമകൾ ഒന്ന് ഗർഭശ്രീമാണ്, സുരാജ് അഭിനയിച്ച. ഞാൻ ആദ്യകാലത്ത് എഴുതിയ സിനിമകളൊക്കെ ആ കാലഘട്ടത്തില് അങ്ങനെ ഒന്ന് ഓടിപ്പോയി എന്നേ പറയാൻ പറ്റും. ഇനി ഈ മേഖലയിൽ നിൽക്കണമെന്ന് തന്നെയാണോ സാറിന് പറഞ്ഞത്? ഇല്ല, ഞാനിപ്പോ പുതിയൊരു സിനിമയുടെ പണിപ്പുരയിലാണ്, എഴുത്ത് നടക്കുകയാണ്. ഓക്കെ. പിന്നെ നാടകവും സിനിമയും കമ്പയർ ചെയ്യുമ്പോ ഏതാ എഴുതാനാണ് എളുപ്പം? എനിക്ക് എഴുത്തില് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്നൊരു പ്രശ്നമില്ല. നമ്മൾ എഴുതാൻ വേണ്ടി എഴുതുകയാണ്. ഇപ്പൊ ഒരു നാടകം എഴുതുക എന്ന് പറയുമ്പോൾ നമ്മള് അതിനും ഈ പറഞ്ഞ പോലെ ഒരു തയ്യാറെടുപ്പ്. ഇപ്പോൾ നമുക്ക് ഒരു കഥ പറയണം, ഉള്ളിലൊരു കഥയുണ്ട്, അത് നാടക രൂപത്തിൽ പറയാനാണ് നമുക്ക് അപ്പോഴത്തെ ഒരു സാഹചര്യം ഒത്തു വരുന്നതെങ്കിൽ അത് നാടക രൂപത്തിൽ എന്റെ നാടകകൃതി ആദ്യം തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു 10-15 ദിവസം കൊണ്ടൊക്കെ സ്ക്രിപ്റ്റ് എഴുതി, സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി തീർക്കാം. നാടകം എഴുതാൻ ഏകദേശം അത്ര സമയമൊക്കെ വേണ്ടു. അപ്പൊ സാറ് പിന്നെ ഇനിയിപ്പോ പുതിയ സിനിമ എന്ന് പറയുന്നത് അടുത്ത് ഉടനെ ഉണ്ടാകുമോ? ഉടനെ ഉണ്ടാകണം, അതിനുള്ള ചർച്ചകൾ നടക്കുന്നു. ഔദ്യോഗികമായിട്ട് അതേപറ്റി കൂടുതൽ പറയാറായിട്ടില്ല എന്നുള്ളത്. സാറ് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴില്ല. ഇല്ല. നേരത്തെ ഉണ്ട്, ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം നടത്തുന്നുണ്ട്, സ്പന്ദനം മീഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ബാനറിൽ തന്നെ പ്രസിദ്ധീകരണ സ്ഥാപനം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതില് 3-4 ഡിവിഷൻസ് ഉണ്ട്. ഒന്നൊരു പ്രൊഫഷണൽ നാടക ട്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മള് വൈക്കം മുഹമ്മദ് ബഷീർ ഇന്ദുപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, നാടക രൂപത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്തിരുന്നു. ഞാനാണ് സംവിധാനം ചെയ്ത്, RS മധു സാറാണ് എന്റെ സ്ക്രിപ്റ്റ് ചെയ്തത്. ആ നാടകം കുറച്ച് വേദികളിൽ കളിച്ചു. അപ്പൊ പുതിയ നാടകം അടുത്ത നാടക വർഷം ഇറക്കാനുള്ളൊരു തയ്യാറെടുപ്പില്ല. പുതിയ തലമുറ ഈ നാടകത്തോട് വലിയ താല്പര്യം ഉള്ളതായിട്ടാണല്ലോ കാണുന്നത്. ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. കാരണം മുമ്പ് നമുക്ക് ഈ വിനോദ ഉപാധി എന്ന നിലയിൽ നാടകം, കഥാപ്രസംഗം ഇങ്ങനെ അന്ന് അതൊക്കെ ഉള്ളൂ. സിനിമയിൽ TV വന്നിട്ടില്ല. അതുപോലെ ഇപ്പൊ പറഞ്ഞ ഇന്റർനെറ്റോ അതുപോലുള്ള മറ്റ് വിനോദ മാധ്യമങ്ങളോ ഒന്നുമില്ല. അന്ന് നാടകത്തിനും കഥാപ്രസംഗത്തിനും വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. കാലം കുറച്ച് മാറി. നാടകത്തിനും അതെ, പുതിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലാതെ പുതുതൊന്നും പറയാനില്ലാത്ത ഒരു അവസ്ഥ നാടക പ്രവർത്തകരിൽ നിന്നും ഉണ്ടായി. പിന്നെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ നാടകം, ഞാനൊക്കെ 25-30 കിലോമീറ്റർ സൈക്കിൾ ചവിട്ട് നാടകം കാണാൻ പോയൊരു കാലമുണ്ട്, ഒരു പ്രൊഫഷണൽ നാടകം കാണാൻ. അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവർക്കും വീട്ടിന്റെ വാതിലൊന്ന് വലിച്ചു ചാരിയിട്ട് നേരെ ഉത്സവപ്പറമ്പിലേക്ക് പോകാം. ഒരു പായയൊക്കെ എടുത്ത് പോയി കുടുംബസമേതം പോയി നാടകം കണ്ടിട്ട് തിരിച്ചു വരും. അന്ന് വീട്ടിൽ കള്ളം കയറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാമെന്ന് പേടിക്കാനൊന്നുമില്ല. ഇന്ന് അങ്ങനെ ഒരു വീട്ടിൽ ഏറ്റവും പാവപ്പെട്ടവന്റെ വീട്ടിൽ പോലും ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇല്ലേ? അപ്പൊ ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു. പണ്ട് തറയെ ചമ്പരം പഠിച്ചിരുന്ന നാടകം കണ്ട ആൾക്കാർക്ക് ഇന്ന് അങ്ങനെ ചമ്പരം പഠിക്കുന്ന നാടകം കാണാനുള്ള താല്പര്യമില്ല. അപ്പോൾ ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോൾ അവിടെ കസേര ഉണ്ടെങ്കിലും ഇരുന്ന് നാടകം കാണും, അല്ലേ? പിന്നെ ഈ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ തന്നെ വിരൽ തുമ്പിൽ തന്നെ എല്ലാ വിനോദവും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടും. ഇപ്പൊ സിനിമ പോലും OTT പ്ലാറ്റ്ഫോംസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോ എന്താണ്, നമുക്ക് ഒരു സിനിമ ഇപ്പൊ 15 മിനിറ്റ് കണ്ടിട്ട് നിർത്തി വെച്ചിട്ട് പിന്നീട് എപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോൾ ബാക്കി കണ്ടാലും മതി. തിയേറ്ററിൽ പോയി കുത്തിയിരുന്ന് 2.5 മണിക്കൂർ കൊണ്ട് സിനിമ കാണണമെന്നില്ല. ഒരു സാധാരണ കുടുംബത്തിന് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമയും കാണാൻ പറ്റില്ല. പിന്നെ കുടുംബത്തോടൊപ്പം ഒരു സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു പറഞ്ഞാൽ 1500-2000 രൂപ 4-5 പേരുണ്ടെങ്കിൽ, അല്ലേ? അപ്പോ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നാടകം പിന്നെ പണ്ടും ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ ഈ പൈസ ടിക്കറ്റ് എടുത്ത നാടകം കാണാനുള്ളത് താല്പര്യം ആളുകൾക്ക് കുറവാണ്. ആളുകൾ ഉത്സവപ്പറമ്പിൽ നിന്ന് സൗജന്യമായ നാടകം കണ്ട് ശീലിച്ചു പോയത്. ഇപ്പൊ ഫൈൻ ആർട്സ് സൊസൈറ്റികളൊക്കെ ഒരുപാട് അന്നുണ്ടായിരുന്നു. അന്ന് ഫൈൻ ആർട്സ് സൊസൈറ്റികളിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ളവർ ടിക്കറ്റ് എടുത്ത് നാടകം കണ്ടിരുന്നവരാണ്. പിന്നെ എന്റെ ഒരു ചെറുപ്പകാലത്ത് എന്റെ നൻപിളയുടെ നാടകങ്ങളൊക്കെ നമ്മുടെ നല്ല ടിക്കറ്റ് പ്രോഗ്രാം, ടിക്കറ്റ് വെച്ചാണ് നാടകം കളിച്ചിട്ടുണ്ട്. പല സൗദികളുടെ നാടകങ്ങളൊന്നും കളിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു നാടകം ടിക്കറ്റ് പ്രോഗ്രാമായിട്ട് വെച്ച് കളിക്കാൻ വലിയ നമ്മൾ ഉദ്ദേശിച്ച അത്രയും വലിയ സ്വീകാര്യതയുണ്ട്. അത്രയും നാടക ആസ്വാദകരും നാടകപ്രേമികളും ചെറിയ വിഭാഗം ആൾക്കാരെ ഉള്ളൂ. ഇന്നിപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പോ ഒരു നാടകം ചെയ്യുക എന്ന് പറഞ്ഞാൽ
അതിനേക്കാൾ എനിക്കിഷ്ടം സിനിമ ചെയ്യാൻ. കാരണം എൻ്റെ ഒരു റീച്ചിന്റെ പ്രശ്നം. ആസ് ഒരു കലാകാരൻ നിലയിൽ നമ്മുടെ ഒരു ആവിഷ്കരിക്കുന്ന ഒരു സംഭവം, ഒരു നാടകം ഒരു വേദിയിൽ കാണാൻ പരമാവധി 300 മുതൽ 500 പേര് ആൾക്കാരുണ്ടാവും. ഈ നാടകം 100 സ്ഥലത്ത് കളിച്ചാൽ ഒരു 50,000 പേരെ കാണുന്നു. പക്ഷെ ഒരു സിനിമ ആവട്ടെ, ഇപ്പൊ സാധാരണ ഒരു 60 തിയേറ്റർ 100 തിയേറ്റർ വരെ റിലീസ് ചെയ്യപ്പെടാം. 50 തിയേറ്റർ റിലീസ് ചെയ്താൽ പോലും ഒരാഴ്ച കൊണ്ട് ഈ സിനിമ കണ്ടുപിടിക്കുന്ന ആൾക്കാരുടെ എണ്ണം, അതായത് നമ്മുടെ ഒരു സൃഷ്ടി അത്രയും കൂടുതൽ ആൾക്കാരിലേക്ക് ചെന്നെത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, സാമ്പത്തികമായ നേട്ടവും ഒരു നാടകം ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം സിനിമ ചെയ്യുമ്പോൾ കിട്ടും. സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ കൂടെ ആകുമ്പോൾ നമുക്ക് സിനിമ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം തോന്നുക. പക്ഷെ നാടകം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി വേറെയാണ്. സിനിമ ചെയ്യുമ്പോൾ നാടകം ഇൻസ്റ്റന്റ് ആണ്. നമ്മൾ വേദിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ജനത്തിന്റെ റിയാക്ഷൻ നമുക്കറിയാം. മറ്റേ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗസ് ചെയ്യാം ഇതിങ്ങനെ ആയിരിക്കാം, ജനം എങ്ങനെ എടുക്കുമെന്നൊരു ആശ തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് അത് അറിയാൻ പറ്റും. നാടകം അഭിനയിക്കുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. സിനിമ അഭിനയിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവില്ല. ഗസ് ചെയ്യാൻ, നമ്മളെ കാൽക്കുലേറ്റ് ചെയ്യാൻ, നമ്മളെ കാൽക്കുലേഷൻ പലപ്പോഴും പാടി പോകാറുമില്ല. എങ്കിലും മറ്റൊരു ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നതിന്റെ ഒരു രസം, ഒരു സുഖം വേറെയാണ്. നാടകത്തോടാണ് സാറിന് ഇപ്പൊ കൂടുതൽ താല്പര്യം? അല്ല, രണ്ടും താല്പര്യം. രണ്ടും നമ്മൾ എടുക്കുന്ന എഫർട്ടൊക്കെ ഏകദേശം തുല്യമാണ്. ഒരു നാടകം അരങ്ങിലെത്തിക്കാൻ എടുക്കുന്ന എഫർട്ട് ഏകദേശം തുല്യം തന്നെയാണ് സിനിമ. നാടകത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ സിനിമയിൽ കിട്ടുന്നുള്ളത്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് സഹിഷ്ണുത കുറവാണ്. 3 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇപ്പൊ തന്നെ. അത് സഹിഷ്ണുത ആർക്കും ഇല്ലല്ലോ. ഉദാഹരണത്തിന് ഈ ഇതിലിപ്പോ യൂട്യൂബ് എടുത്ത് നോക്കും, അതിൽ വരുന്ന കണ്ടന്റുകൾ 30 മിനിറ്റ് 45 മിനിറ്റ് ഒക്കെ ഉള്ള കണ്ടന്റുകൾ കുറവാണ്. 30 മിനിറ്റ് കൂടിയ കണ്ടന്റുകൾ വളരെ കുറവാണ്. 15 മിനിറ്റ് 10 മിനിറ്റ് ഈ റേഞ്ചിലൊക്കെയാണ് ഈ ന്യൂസ് ചാനലുകളായാലും യൂട്യൂബ് ചാനലിൽ പറഞ്ഞ ന്യൂസ് അവരായാലും 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയും സമയം വരാറുണ്ട്. കാരണം ഒന്ന് എല്ലാവരും നോക്കുന്നു. 2 മിനിറ്റ് നോക്കുമ്പോൾ ആദ്യത്തെ 2 മിനിറ്റാണ് അത് മുഴുവൻ കാണുന്ന വേണ്ടെന്ന് ഒരാളെ തീരുമാനിക്കുന്നു. ഇപ്പൊ സിനിമയുടെ കാര്യത്തിലും അത് തന്നെ. ആദ്യത്തെ ഒരു 5, 10, 15, 20 മിനിറ്റ് കൊണ്ട് അവനത് ആ സിനിമയിലേക്ക് ഇറങ്ങി ചെല്ലണോ, കാണണോ, വേണ്ടയോ, വഴിക്ക് വെച്ച് നിർത്തി പോകണോ എന്ന് അവൻ തീരുമാനിക്കും. അപ്പൊ പ്രേക്ഷകൻ ആദ്യ അവസാനം പിടിച്ചിരുത്തുക എന്ന് പറയുന്നൊരു സാധനം നാടകത്തിലും അതെ, സിനിമയിലും അതെ, ഏത് മേഖലയിലാലും അതെ. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാര് ഈ ഇതൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നതിൽ കലാമേഖലയിൽ വലിയ സമയമില്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നില്ല. എങ്ങനെ വരുന്നില്ല മനസ്സിലായില്ല. കല ഇങ്ങനെ കാണുന്നതിനും അതിന് ടൈം ഇപ്പൊ എനിക്ക് തന്നെ താല്പര്യമുണ്ട്. പക്ഷെ സാറ് ഒരു നാടകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോൾ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വലിയ ആവത്തില്ല. 3 മണിക്കൂറല്ലേ ഇപ്പോഴത്തെ നാടകങ്ങളൊക്കെ? 2 മണിക്കൂർ 2 മണിക്കൂർ ഇപ്പോഴത്തെ നാടകങ്ങളുള്ളൂ. 2.5 മണിക്കൂറൊക്കെ നാടകങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും 2 മണിക്കൂർ 2.5 മണിക്കൂർക്കുള്ള നാടകം ഉണ്ടാകാറില്ല. കൃത്യം 2 മണിക്കൂർ കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ പോലും ഇപ്പോൾ ഉണ്ട്. സിനിമയിലും അതെ, 2 മണിക്കൂർ 2.25 മണിക്കൂർ ഒക്കെ 1.25 മണിക്കൂറുള്ള സിനിമകളുണ്ട്. പക്ഷെ ചില സിനിമകൾ ഇപ്പോഴും 2.25 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വരുന്ന സിനിമകളുണ്ട്. അത് കണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പൊ ബാഹുബലിയൊക്കെ ആൾക്കാർ കണ്ടില്ല. ഞാൻ ചോദിക്കുന്നത് സാർ ഇതൊക്കെ കാണാറുണ്ടോ? കണ്ടിട്ട് മിക്കവാറും സിനിമകൾ കണ്ടിട്ട് മിക്കവാറും നാടകങ്ങൾ അല്ല. നമ്മളത് ഈ കാണുന്നതിന്റെ കാര്യം ഒന്ന്, നമുക്കിത് കാണുക എന്നുള്ളത് നമ്മുടെ ആത്യന്തികമായി നമുക്ക് ആഹ്ലാദം പകരുന്നൊരു കാര്യമാണ്, ആരുടെ സൃഷ്ടിയായി. മറ്റൊന്ന്, ഈ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാകാൻ നമ്മളത് കാണണം എന്നുള്ളതാണ്. ഓരോ ദിവസവും സിനിമ മാറിക്കൊണ്ടിരിക്കും. നാടകം ഇതിന്റെ രീതികൾ, അതായത് പ്രസന്റേഷന്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പുതിയ തലമുറയിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പണ്ട് നമ്മൾ പഠിച്ച സിനിമയിൽ നിന്നും സിനിമയുടെ മേക്കിങ്ങിന്റെ രീതികളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് സൗകര്യങ്ങളുണ്ടായി. പണ്ട് സിനിമയ്ക്ക് ഇല്ലായിരുന്ന ഒരുപാട് സാങ്കേതികമായ സൗകര്യങ്ങൾ ഒരുപാടുണ്ടായി. ടെക്നോളജിക്കലായിട്ട് ഒരുപാട് സിനിമ വളർന്നു. മനസ്സിലാവുന്നില്ല. പക്ഷെ ആത്യന്തികമായിട്ട് സിനിമയുടെ ഭാഷയിൽ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. അത് എങ്ങനെ നമ്മുടെ സിനിമ എന്ന മീഡിയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ആ ഡയറക്ടറുടെ ഡിസിഷനാണ്. അവിടെയാണ് നമ്മളൊരു കഥ എങ്ങനെ പറയുന്നു എന്നുള്ളത്. അത് വളരെ ആസ്വാദ്യകരമായിട്ട് രസകരമായിട്ടും പറയാം, ബോറടിപ്പിക്കുന്ന രീതിയിലും പറയാം. ആരും പക്ഷെ മനഃപൂർവ്വം ബോറടിപ്പിക്കുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കും. ഇത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അല്ല ഉദ്ദേശിച്ചത്. സാറിന്റെ നല്ല ബെസ്റ്റ് സുഹൃത്താണ്. അപ്പൊ നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കാനാണ്. പക്ഷെ അതെപ്പോഴും നമ്മൾ സംസാരിക്കുന്നതാണല്ലോ. അപ്പൊ സിനിമയെ കുറിച്ച്
നമ്മളെ എത്രയൊക്കെ സിനിമ കണ്ടാലേ ആങ്സൈറ്റി ഉള്ളത്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലാണ്. നമ്മളിപ്പോ എത്ര സിനിമ ചെയ്താലും നമ്മൾ എത്ര സിനിമ പുതിയ സിനിമ ചെയ്യാൻ പോകുമ്പോൾ പുതിയ സിനിമ എഴുതാൻ പോകുമ്പോൾ ആദ്യത്തെ സിനിമ എഴുതുന്ന അതേ ഒരു രീതിയിലാണ് അന്ന് അതിനെ സമീപിക്കുക. ഞാൻ 4 എഴുതിയ ഒരാളാണ് എന്ന് അങ്ങനെ ഒരു ഇത്. അതുപോലെ നമ്മളിപ്പോ എഴുതാൻ പോകുന്ന ഒരു വിഷയത്തില് നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഒരു കോടതിയില് ഒരു കേസിന്റെ വിസ്താരവും വിചാരണയൊക്കെ നടക്കുന്ന സംഭവമാണ്. നമ്മുടെ സിനിമയിൽ കാണുന്ന കോടതി സീനുകളല്ല യഥാർത്ഥ കോടതി. സിനിമാറ്റിക് ആണ് നമ്മൾ സിനിമയിൽ കാണുന്ന കോടതി. പക്ഷെ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട നിയമങ്ങളെ കുറിച്ചായാലും ആ കേസിന്റെ ലീഗലായിട്ടുള്ള വാദിയുടെ ഭാഗവും പ്രതിയുടെ ഭാഗവും ഇതെല്ലാം നമ്മൾ പഠിക്കണം. നമ്മൾ ഗർഭശ്രീമാൻ എന്ന സിനിമ എഴുതുമ്പോൾ അതിനകത്ത് പുരുഷൻ ഗർഭം ധരിക്കുന്നതാണ് എന്റെ പ്രമേയം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 4-5 ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചു, IVF സ്പെഷ്യലിസ്റ്റുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവർ സജസ്റ്റ് ചെയ്ത ടോപ്പിക്കുകളിൽ ആർട്ടിക്കിൾസ് ഒക്കെ പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ 6 മാസം അതിനുവേണ്ടി നിരന്തരം പഠനം നടത്തി. 4-5 മെയിൽ ഗൈനക്കോളജിസ്റ്റുകളും ലേഡി ഗൈനക്കോളജിസ്റ്റുകളും ഇവരായിട്ടൊക്കെ നിരന്തരം കോണ്ടാക്ട് ചെയ്യുകയും നമ്മുടെ സംശയങ്ങൾ അവരോട് ചോദിക്കുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ സിനിമ. നമ്മളെ പഠിച്ച സാധനങ്ങളൊക്കെ ആ സിനിമയിൽ 1-2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് 6 മാസം അതിനുവേണ്ടി പഠിക്കുക എന്നുള്ളത്. അപ്പൊ അതുപോലെ നാടകം എഴുതുന്ന കാലത്ത് സുവർണക്ഷേത്രം എന്ന നാടകം ഞാൻ എഴുതി 85-ലാണ്, 1985. കുറെ വേദികളിൽ കളിക്കുകയും പുരസ്കാരങ്ങളൊക്കെ എഴുതുന്നു. അത് ശരിക്കും നമ്മുടെ പഞ്ചാബിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതാണ് ഇഷ്യൂ. അപ്പൊ അത് ചെയ്യാൻ ആ പഞ്ചാബിലെ സിഖുകാരുടെ യഥാർത്ഥ പ്രശ്നം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അവിടുത്തെ തീവ്രവാദം ഉണ്ടാകാനുള്ള യഥാർത്ഥ കാരണം എന്താണ്, അവരെ തീവ്രവാദം എങ്ങനെ അത് മുഴുവൻ അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പത്രങ്ങളുടെ ലേഖനങ്ങൾ, പത്രത്തിൽ വന്ന വാർത്തകൾ, ബ്ലൂ സ്റ്റാർ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ നാടകം എഴുതാൻ പോകുന്നത്. നാടകത്തിലെ സാധാരണ ഒരു കഥയാണ്, പക്ഷെ അത് പറയുന്നത് ആ പശ്ചാത്തലത്തിൽ നിന്നുള്ളതാണ്. നമ്മൾ അത്ര അത് എഴുതുന്ന വിഷയത്തിൽ നമുക്ക് അറിഞ്ഞിടാത്ത കാര്യങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ലേഖനങ്ങളോ അല്ലെങ്കിൽ വിവരമുള്ള ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുക ഒക്കെ നമ്മൾ പരമാവധി അതിന്റെ വിജ്ഞാനം ശേഖരിച്ചിട്ട് നമ്മളത് എഴുതാതിരിക്കുക. അപ്പോഴേ അത് എഴുത്ത് സത്യസന്ധമാവും. നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്കത് ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും പറ്റും. അപ്പോ സാറ് എഴുത്തുകാരനും സിനിമ മേഖലയുള്ള ആളാണ്, എന്തായാലും വളരെ നല്ല ഗായകനും കൂടെയാണ്. അല്ല ഞാൻ പാട്ട് ആസ്വദിക്കുന്നു. അല്ല, സത്യമായിട്ടും പാടാറില്ല. ഞാൻ പാട്ട് ആസ്വദിക്കുന്ന ആളാണ്. നമ്മളെ സുഹൃത്തുക്കളുടെ സിനിമാക്കാർ രണ്ടുപേരും മുകളിൽ ഇല്ല. അയ്യോ അത് മാത്രം പറയും, വേറെ എന്തുവേണോ പറഞ്ഞത്. പാടുന്ന പ്രശ്നം ഇല്ല. കാരണം നമ്മളിപ്പോ സുഹൃത്തുക്കളൊക്കെ കൂടി ഇരുന്നിട്ട് അന്താക്ഷരിയൊക്കെ കളിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ രണ്ടുപേര് പാട്ട് പറയുകയാണ് ചെയ്യുക, പാട്ട് പാടുകയല്ല. അതിലേറെ സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ജീവിതത്തിൽ സാറിന് പലതും പഠിക്കാനുണ്ട്. സിനിമ നമ്മളെല്ലാ മേഖലയെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ്. അപ്പോ നന്ദി സാർ.